ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു എനർജിയാണ്. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന പേഴ്സൻ്റെ എനർജിയാണ് കേട്ടോ. ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് മനസ്സിൽ ചിന്തിക്കാം. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി, അല്ലാത്തവർ വിട്ട് കളഞ്ഞേക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ, റെസനേറ്റ് ആകുന്നു എന്ന് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ റീഡിങ്സും ടൈംലെസ് ആണ്, ജെൻറ്റ്ലെസ് ആണ്. നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും കാണാവുന്നതാണ്. ആ ടൈമിൽ നിങ്ങൾക്കത് വാല്യുബിൾ ആവുന്നതായിരിക്കും കേട്ടോ. കൂടാതെ തന്നെ ഈ ജനറൽ റീഡിങ്സുകളെല്ലാം എപ്പോഴും ഞാൻ പറയുന്നത് പോലെ ഒരു മാനിഫെസ്റ്റേഷൻ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് അത് എത്രത്തോളം വിശ്വാസത്തോടും പോസിറ്റീവ് എനർജിയോടും കൂടി പൂർണ്ണതയോടുകൂടി കാണാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം അത് നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റഡായി വരുന്നതായിരിക്കും. മാനിഫെസ്റ്റേഷൻസ് മറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എഫക്റ്റീവായിരിക്കും നമ്മൾ ഇതിനെ പോസിറ്റീവായിട്ട് ചിന്തിച്ച് അതിനെ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ. അതുപോലെ നമ്മൾ പോലും അറിയാതെ നമ്മളിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങളാണോ ഹീലായി പോകേണ്ടത് അതെല്ലാം ഈ ഒരു ജനറൽ റീഡിങ്ങിലൂടെ സംഭവിക്കുന്നതാണ്. ഇതെല്ലാം നിങ്ങളുടെ മനസ്സിന്, നിങ്ങളുടെ ഇമോഷൻസിനനുസരിച്ചാണ് നിങ്ങളിലേക്ക് എത്രയും വേഗം കണക്റ്റഡ് ആകുന്നതെന്നും കൂടി മനസ്സിലാക്കുക. പിന്നെ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് കിങ് ഓഫ് കപ്സ് റിവേഴ്സ് ആണ് കേട്ടോ. അതായത് വളരെയധികം ഇമോഷൻസ് ഇല്ലാതെ ഒരു മരവിച്ച സിറ്റുവേഷൻസിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത്. അവരുടെ ഇമോഷൻസ്, അവരുടെ സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങളെല്ലാം നഷ്ടപ്പെട്ട ഒരു സിറ്റുവേഷൻസ്, അവരുടെ ആ ഒരു സ്ട്രെങ്ത്, നമ്മൾ പറയും പോലെ ചവിട്ടി നിന്നടം ശൂന്യമായി പോകുന്ന അല്ലെങ്കിൽ കുഴിഞ്ഞു പോകുന്ന ഒരു സിറ്റുവേഷൻസ്, ഉറപ്പില്ലാത്ത ഒരു സിറ്റുവേഷൻസിലാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പം മുന്നോട്ടേക്ക് പോകുന്നത്. ഇമോഷണലി അവരുടെ ബാലൻസ് പൂർണ്ണമായും നഷ്ടപ്പെട്ടതായിട്ടാണ് നമുക്ക് കിട്ടുന്ന എനർജി. അവർക്ക് വേദന മാത്രമേ ഉള്ളൂ, ദുരിതം. അല്ലെങ്കിൽ അവർ തൊടുന്നതിലെല്ലാം അവർക്ക് നെഗറ്റീവായ എനർജിയെ എഫക്റ്റ് ചെയ്യേണ്ടി വരുന്നു. അവർക്ക് കുറ്റങ്ങളുടെ മാത്രം അല്ലെങ്കിൽ തെറ്റുകളുടെയും കുറ്റങ്ങളുടെ, അവർ ചെയ്യുന്നതെല്ലാം മറ്റുള്ളവർക്ക് വിശ്വസിക്കാൻ പറ്റാതെ എല്ലാവരും അവിശ്വസിക്കുന്ന ഒരു എനർജിയിലാണ് അവരിപ്പം നിൽക്കുന്നത്. അതുപോലെ തന്നെ കുറച്ചൊക്കെ അവരുടെ കൈകളിലും ഇരട്ടത്താപ്പ് ഉണ്ടായിരുന്നു. അവർ ശരിക്കും അവരുടെ ഒരു ലക്ഷ്യത്തിന് വേണ്ടി മാത്രം, അല്ലെങ്കിൽ അവരുടെ കാര്യം നടക്കുക, മറ്റുള്ളവരുടെ ഇമോഷൻസിനോ അതുപോലെ മറ്റുള്ളവരുടെ ഒരു കാര്യങ്ങൾക്ക് യാതൊരു വാല്യൂം കൊടുക്കാതെ ഇരുന്ന ഒരു പേഴ്സണാണ് നിങ്ങളുടെ വ്യക്തിയെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് അവർക്കുടെ അവസ്ഥയെന്ന് പറയുന്നത് ഇമോഷൻസ് പൂർണ്ണമായി സ്റ്റക്കായി പോയിരിക്കുന്ന ഒരു മരവിച്ച അവസ്ഥയിൽ. അവർക്ക് അവരുടേതായ ഒരു സത്യസന്ധതയോ പൂർണ്ണതയോ മറ്റുള്ളവരെ പറഞ്ഞു മനസ്സിലാക്കാനോ അവരുടെ സ്നേഹത്തെ, അവരുടെ ആ ഒരു സത്യസന്ധമായ പ്രവൃത്തിയൊന്നും മറ്റുള്ളവർക്ക് മുമ്പിൽ കാണിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രതിഫലനം നൽകാൻ പറ്റാതെ പോയെന്നാണ് കാണുന്നത്. കാരണം അവർ പൂർണ്ണമായും അവരെന്ത് കാര്യങ്ങളും പെട്ടെന്ന് ആക്ഷൻ എടുക്കുന്ന ഒരു വ്യക്തിയാണ്. വേണ്ടെങ്കിൽ വേണ്ട എന്നും അതുപോലെ ഏത് സിറ്റുവേഷൻസിലെയും അവർ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ശ്രമിക്കുന്നവരാണ്. വളരെയധികം സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന പേഴ്സണാണ്. അവർ പെട്ടെന്ന് ആക്ഷൻ എടുക്കുന്നത് ഒരു സിറ്റുവേഷൻസ് ഉണ്ടായിരുന്ന വ്യക്തിയാണ്. മുന്നും പിന്നും നോക്കാതെ ആക്ഷൻ എടുത്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ ഒരുപാട് സ്വപ്നങ്ങളുടെ ഒരു എനർജി ഉള്ള വ്യക്തിയാണ്. അവർക്ക് വളരെയധികം എന്തൊക്കെയോ കാര്യങ്ങളിൽ അമിതമായ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്ന പേഴ്സണാണ്. പക്ഷേ ഇന്ന് അവരുടെ ആ ഒരു സിറ്റുവേഷൻസ്, ഇമോഷൻസ് എല്ലാം പോയി എന്നാണ് കാണുന്നത്. പുതിയൊരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരണം, അവർക്കടെ ലൈഫിലൊരു ബേസിക് വേണം, ഒരു ന്യൂ ബിഗിനിങ് വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ആ ഒരു ബ്ലെസ്സിങ്സിനെ അക്സെപ്റ്റ് ചെയ്യാനോ അവർക്കതിനെ നേടിയെടുക്കാനോ പറ്റുന്നില്ല എന്നാണ് കാണുന്നത്. ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളിലേക്ക് അവർ ആഗ്രഹിക്കുന്നു. നിങ്ങളോടും അവർക്കുള്ളൊരു എനർജിയാണ് നമ്മൾ നോക്കുന്നത്. ഈ ഒരു സ്റ്റക്ക് സിറ്റുവേഷൻസിൽ നിങ്ങൾ അവരുമായിട്ട് കണക്റ്റഡ് ആയിരുന്ന സമയത്ത് നിങ്ങൾക്കൊരു സ്റ്റക്കായ ഒരു സിറ്റുവേഷൻസ് ആ പേഴ്സൺ നൽകിയെങ്കിൽ തീർച്ചയായിട്ടും അവരിപ്പോൾ ഒരു സ്റ്റക്കായ സിറ്റുവേഷൻസാണ്. അവർക്കിപ്പോൾ ഒരു ന്യൂ ഇമോഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ 10 ഓഫ് വാൺസാണ് വന്നിരിക്കുന്നത്. ആവശ്യമില്ലാത്ത എല്ലാ ബർഡനും അവരുടെ തലയിൽ ഇപ്പോഴുണ്ട്.
അവർ നിങ്ങളെന്ന് പറയുന്ന പേഴ്സണെ കുറിച്ച് ചിന്തിക്കുമ്പം തന്നെ അവർക്ക് മാനസികമായും വളരെ ഒരു ഇമോഷണലി ലോസ് സംഭവിക്കുന്നതായിട്ടാണ് കാണുന്നത്. കാരണം അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് വന്ന് ചേരാൻ പറ്റിയിരുന്നു എങ്കിലെന്ന്. പക്ഷേ നിങ്ങളോട് ആ ഒരു ഇമോഷണലി അവർക്ക് പറ്റുന്നില്ല. കാരണം ഇമോഷൻസ് അവരുടെ സ്റ്റക്കായി നിൽക്കുന്നത് കൊണ്ട് അവർക്ക് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവാൻ പറ്റുന്നില്ല എന്നാണ് കാണുന്നത്. പക്ഷേ അവർ ആഗ്രഹിക്കുന്നുണ്ട്, വളരെയധികം സ്ട്രെങ്തോടുകൂടി അവർ ആഗ്രഹിക്കുന്നു നിങ്ങളിലേക്ക് ഒന്ന് കണക്റ്റഡ് ആവണം. ഈ ബർഡൻ, ഈ ഒരു ആ ഒരു കുറ്റബോധമാവാം, അതല്ലെങ്കിൽ അവർ ആവശ്യമില്ലാത്ത മറ്റേതെങ്കിലും സാഹചര്യങ്ങളെ എടുത്ത് തലയിൽ ഏറ്റിയതാവാം. അതിനെല്ലാം ഒന്ന് മാറ്റി വെക്കണമെന്നും ഒരു പുതിയ ഒരു വ്യക്തിയായിട്ട് ഒന്നും കൂടി റീസ്റ്റാർട്ട് ചെയ്യണം, ഒന്നും കൂടി ഒന്ന് ഈ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങളാകുന്ന ആ ഒരു എനർജിയിലേക്ക് ഒന്നുകൂടി കണക്റ്റഡ് ആകണം, ഫോക്കസിങ് ചെയ്യാൻ പറ്റിയിരുന്നു എങ്കിൽ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. ഡെത്തായി പോയ ആ ഒരു സിറ്റുവേഷൻസിന് ഒരു റീബർത്ത് ഉണ്ടാവണമെന്ന് അവർ വളരെയധികം പ്രെയർ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഒരു ബിഗ് ചേഞ്ചിങ് അവർ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കണം. അതല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ട്രോമ ഒന്ന് ഹീലായി പോകണം എന്നൊക്കെ അവരിപ്പോൾ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. മാത്രവുമല്ല ചില കാര്യങ്ങൾ ഒരു തിരിച്ചറിവ്, ഒരു വ്യക്തത നിങ്ങൾക്ക് നൽകണം. നിങ്ങളോട് ചെയ്തതാവാം, അതുപോലെ തന്നെ അവരുടെ ലൈഫിൽ അവർ അനുഭവിച്ച കാര്യങ്ങളാവാം. എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളോടൊന്ന് തുറന്നു പറയണം. നിങ്ങളുടെ മുമ്പിൽ സത്യമായ കുറേ കാര്യങ്ങൾ, അവരുടെ മനസ്സിലിരിക്കുന്ന ഭാരങ്ങളെ ആവാം, അല്ലെങ്കിൽ അവർക്ക് പാസ്റ്റിൽ സംഭവിച്ചു പോയ പല കാര്യങ്ങളാവാം, അതൊക്കെ ഒന്ന് ഏറ്റു പറയണം എന്നവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് പക്ഷേ ഇമോഷൻസ് വളരെയധികം ഒരു സ്റ്റക്കായി നിൽക്കുന്നു. ഇമോഷൻസ് ഇല്ല അവർക്ക്. ഇമോഷൻ പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോയതായിട്ടാണ് കാണുന്നത്. ഒരു മരവിപ്പിൻ്റെ ആ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നത് കൊണ്ട് അവർക്ക് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവാൻ പറ്റുന്നില്ല. എംബറസ് ആണ് വന്നിരിക്കുന്നത്. അവർ ശരിക്കും പറഞ്ഞാൽ നിങ്ങളിലേക്ക് നോക്കി നിൽക്കുന്നു. ഒരു അബണ്ടൻസ്, ഒരു സമൃദ്ധിയൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നു. ഇത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ബന്ധമാണെങ്കിൽ തീർച്ചയായിട്ടും അവർ തിരിച്ച് നിങ്ങളെ വിട്ടുപോയ പേഴ്സൺ ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഇതിൻ്റെ ഇടയിൽ മറ്റെന്തൊക്കെയോ സിറ്റുവേഷൻസ്, ലീഗലി ആയ കാര്യങ്ങളെല്ലാം കടന്നു വരുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഡിവോഴ്സ് മറ്റു കാര്യങ്ങളിലേക്കൊക്കെ വന്ന് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിനെ അതിജീവിക്കണം, അതിനെ വിട്ട് കളയണമെന്ന് ചിന്തിക്കുന്നുണ്ട്. അവരിൽ സംഭവിച്ച ചില ബുദ്ധിമുട്ടുകളും സംശയങ്ങളും എല്ലാം അത് മാറ്റിയെടുക്കണം, നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവണം എന്നാണ് ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്. ഇപ്പം നിങ്ങളെ വളരെയധികം പ്രഷ്യസ് ആയിട്ടാണ് അവർ കാണുന്നത്. നിങ്ങളോടൊപ്പമാണ് ഒരു സമൃദ്ധിയും സന്തോഷവും ഉണ്ടാകുകയുള്ളൂ. തീർച്ചയായിട്ടും ഒരു റീയൂണിയൻ നിങ്ങളിൽ തന്നെ വേണം എന്നും നിങ്ങളോട് ഒരുമിച്ചൊരു കുടുംബജീവിതം നയിക്കണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട്. അത് തലമുറകളായിട്ട് അവർ ആഗ്രഹിക്കുന്നു. കാലങ്ങളായിട്ട് കുറേ കാലം നിങ്ങളോടൊപ്പം സന്തോഷത്തോടെ ജീവിച്ച് മുന്നോട്ട് പോകണം എന്നാണ് ഈ പേഴ്സൺ ഇപ്പം ചിന്തിക്കുന്നത്. മാത്രവുമല്ല പേജ് ഓഫ് സോഴ്സാണ് വന്നിരിക്കുന്നത്. അവർ ആ ഒരു വിജയം നേടിയെടുക്കാൻ വേണ്ടി ഫൈറ്റിംഗ് ചെയ്യാൻ പോലും തയ്യാറാണ്. അവരുടെ ഇപ്പോഴത്തെ ഒരു എനർജി എന്ന് പറഞ്ഞാൽ അവർക്കൊരു ഫൈറ്റിങ്ങിന് തയ്യാറാണ്. എന്ത് സിറ്റുവേഷൻസ് വന്നാലും, ആരൊക്കെ എന്ത് വെല്ലുവിളികൾ നേരിടേണ്ട വന്നാലും വീണ്ടും നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവണമെന്ന് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ സിംഗിളായി ഒരു വിവാഹ സംബന്ധമായ കാര്യങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളിലേക്ക് ആ ഒരു സിറ്റുവേഷൻസ് ഓപ്പണിംഗ് ആവുന്നുണ്ട് കേട്ടോ. നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സെപ്പറേഷൻ പീരീഡ്, നിങ്ങൾ കാണാതെയും മിണ്ടാതെയും ഒരുപാട് മാറി നിൽക്കുന്ന സിറ്റുവേഷൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്കൊരു വിവാഹം എന്ന് പറയുന്ന ആ ഒരു കാര്യവുമായിട്ടായിരിക്കും ആ ഒരു പേഴ്സൺ നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പോകുന്നതെന്നാണ് കാണുന്നത്. അതിനുവേണ്ട എല്ലാ ഗൈഡൻസും മറ്റാരിൽ നിന്നൊക്കെയോ എന്തൊക്കെയോ കാര്യങ്ങൾ അവർ മനസ്സിലാക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. ഒരു കുടുംബജീവിതം, ഒരു വിവാഹം, ബന്ധം എന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് ഈ ഒരു ബന്ധം പൂർണ്ണമായും എത്തിച്ചേരണം അല്ലെങ്കിൽ എത്തിച്ചേർക്കും എന്നുള്ള ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത്. അതിനുവേണ്ടി അവർ ഫൈറ്റിംഗ് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങളെ വളരെ ശക്തമായി ചീറ്റിംഗ് ചെയ്തിട്ട് കടന്നുപോയ പേഴ്സൺ ആയിരിക്കാം. നിങ്ങൾക്കൊരു വാല്യൂം നൽകാതെ പോയി. പക്ഷെ നിങ്ങളുടെ സ്നേഹം അവർക്കറിയാം. നിങ്ങൾ എത്രത്തോളം അവർക്ക് വാല്യുബിൾ ആയിരുന്നെന്നും നിങ്ങൾ അവരെ എത്രത്തോളം ആഴത്തിലാണ് സ്നേഹിച്ചിരുന്നതെന്നും എല്ലാം ആ ഒരു പേഴ്സൺ
വ്യക്തമായിട്ടും അറിയാം. പക്ഷേ ഏതോ ഒരു സിറ്റുവേഷൻസിൽ അവർ അവരുടെ കാര്യങ്ങൾ കഴിഞ്ഞപ്പം അവർക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളോട് ചേർന്ന് നിന്ന് നേടിയെടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഈ പേഴ്സൺ നിങ്ങളെ ചീറ്റിംഗ് ചെയ്തതെന്നാണ് കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ സ്റ്റക്കാക്കിയിട്ടാണ് ഈ വ്യക്തി കടന്നു പോയിരിക്കുന്നത്. ആ ഒരു സിറ്റുവേഷൻസിൽ അവരാ ഒരു പോയ പോക്കെന്ന് പറയുന്നത് ഒരു ബന്ധനത്തിലാണായിപ്പോയത്, ഒരു കാർമിക് സിറ്റുവേഷൻസിലേക്ക്. അതായത് അവർ നിങ്ങളിൽ നിന്നും നേടിയെടുത്തുകൊണ്ട് പോയതെല്ലാം ഇപ്പോൾ ചെന്നുപെട്ട ഒരു സിറ്റുവേഷൻസിൽ എൻഡായിപ്പോയി. അതെല്ലാം പൂർണ്ണമായും ഒരു കാർമിക് പോലെയായിപ്പോയി. അവർക്ക് നഷ്ടങ്ങളെ സ്വീകരിക്കേണ്ടി വന്നു. കാരണം അവരവിടെ ഒരു ബന്ധനത്തിൽ പെട്ടുപോയതായിട്ടാണ് കാണുന്നത്. അവരവിടെ നിന്നും പല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട് ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും മൂവ് ഓൺ ചെയ്യാനായിട്ട്. പക്ഷേ സ്റ്റക്കായി പോവുകയും അവർ നിങ്ങളെ ചീറ്റിംഗ് ചെയ്ത് പോയ സ്ഥലം വളരെയധികം ഒരു ഹാർഡ് വർക്ക്. അവർ നിങ്ങൾ എത്രത്തോളം ഈ ഒരു പേഴ്സണ് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തുവോ അതിൻ്റെ ഇരട്ടി അവരവിടെ ചെയ്യേണ്ടതായിട്ട് വന്നു. അവർ ചെയ്തതിനൊന്നും നിങ്ങൾക്ക് അവർ വാല്യൂ തരാതിരുന്നത് പോലെ അവർക്കും യാതൊരു വാല്യൂവും കിട്ടിയില്ല, ഒരു റെസ്പെക്റ്റും കിട്ടിയില്ല. അവർ ചെയ്ത ഒരു കാര്യത്തിനും അവർക്ക് ഒരു പ്രതിഫലവും കിട്ടാതെ പോയതായിട്ടാണ് കാണുന്നത്. അവരവിടെ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കേണ്ടി വന്നു. നിങ്ങളെ എവിടെ വെച്ച് അവർ ചീറ്റിംഗ് ചെയ്തോ, ഏത് സിറ്റുവേഷൻസിൽ ചീറ്റിംഗ് ചെയ്തോ ആ സിറ്റുവേഷൻസിൽ തന്നെ അവർ നിൽക്കേണ്ടി വന്നു എന്നാണ് കാണുന്നത്. വളരെയധികം നിങ്ങളെ ഫോക്കസിങ് ചെയ്യുന്ന അവരെ ആ ഒരു ബന്ധനത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണമെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന പേഴ്സണുമായിട്ട് അവർ കണക്റ്റഡ് ആയാൽ മാത്രമാണ് അവർക്ക് ആ ബന്ധനത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അവർ നിങ്ങളെ ഫോക്കസിങ് ചെയ്യുന്നു. അതല്ലെങ്കിൽ നിങ്ങളെ കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എന്തൊക്കെയോ ഇന്നർ വർക്കുകൾ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ചിലപ്പോൾ അവരെ നിങ്ങൾ മറക്കാൻ ശ്രമിക്കുമ്പോഴും നിങ്ങളിലേക്ക് അവരുടെ ഓർമ്മകൾ അതിനേക്കാൾ ശക്തിയായിട്ട് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കിക്കോ, ആ വ്യക്തിക്ക് തിരിച്ചറിവുണ്ടായി. ആ പേഴ്സൺ നിങ്ങളെ കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. കൂടാതെ തന്നെ നിങ്ങളെ വേണ്ടി മാനിഫെസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. പല കാര്യങ്ങളും നിങ്ങളിൽ നിന്നും ഹീലായി പോകാൻ വേണ്ടിയിട്ട്, ചില ട്രോമകളൊക്കെ നിങ്ങളിൽ നിന്ന് ഹീലായി പോകാൻ വേണ്ടിയിട്ട് ഉള്ള ഇന്നർ വർക്കുകളാണ് ആ വ്യക്തി ചെയ്യുന്നത് എന്നുള്ളതിന് 100% ഉറപ്പാണ്. പേജ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. ഇമോഷൻസുമായിട്ട് അവർ വെയിറ്റിംഗ് ചെയ്യുകയാണ്. ഇതിൻ്റെ ഇടയിൽ പേരൻസിൻ്റെയോ അതല്ലെങ്കിൽ നിങ്ങളോട് ചേർന്ന് നിൽക്കാനായിട്ട് തടസ്സം നിൽക്കുന്നത് ഒന്നെങ്കിൽ പേരൻസ് ആയിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഏറ്റവും കണക്റ്റഡായ മറ്റ് സൗഹൃദ വലയങ്ങളാവാം. ആരൊക്കെയോ എന്തൊക്കെയോ നെഗറ്റീവായ ഗൈഡൻസ് നിങ്ങളുടെ വ്യക്തിക്ക് പകർന്നു കൊടുത്തിരുന്നു എന്നാണ് കാണുന്നത്. 2 പേഴ്സൻ്റെ എനർജി, അതായത് നിങ്ങളെക്കാൾ ഏജ്ഡായ നിങ്ങളുടെ വ്യക്തിയെക്കാളും കുറച്ചും കൂടി ഏജ്ഡായ 2 അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് ആയതെന്ന് പറയാം നമുക്ക്, കുറച്ച് ഉയർന്ന ഒരു സ്ഥാനത്ത് നിൽക്കുന്ന 2 വ്യക്തികളുടെ എനർജിയാണ് നിങ്ങൾക്കിടയിൽ ഈ ഒരു സെപ്പറേഷൻ പീരീഡ് ഉണ്ടാക്കാൻ കാരണമായി നിൽക്കുന്നത്. അതായത് ഫ്യൂച്ചറിലേക്ക് ഒരു പ്ലാനിങ് ഇല്ലാത്ത വിധം, ഫ്യൂച്ചർ വേണ്ട ഈ ഒരു ബന്ധത്തിൽ നിന്നുള്ള ആ ഒരു സിറ്റുവേഷൻസിലേക്കാണ് നിങ്ങളുടെ ബന്ധത്തെ കൊണ്ടുപോയി സ്റ്റക്കാക്കി കളഞ്ഞത്. പക്ഷേ അത് മാറുന്നു. കാരണം നിങ്ങൾക്ക് തമ്മിലൊരു ഡെസ്റ്റിനി ഉണ്ട്. അത് എന്ത് റിലേഷൻ ആയിക്കോട്ടെ, നിങ്ങൾക്കിടയിൽ ഒരു ബന്ധമുണ്ട്. അതായത് പുനർജന്മം, ഒരു മുൻജന്മ ബന്ധത്തെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഒരു കാരണവശാലും നിങ്ങൾ എത്ര നാൾ സെപ്പറേഷൻ പീരീഡിൽ ഇരുന്നാലും വീണ്ടും വീണ്ടും കണക്റ്റഡ് ആകുക തന്നെ ചെയ്യുമെന്നാണ് നമുക്കിവിടെ കിട്ടുന്ന എനർജി. അതിൽ നിന്ന് ഒരു മാറ്റമില്ല. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ബ്ലോക്ക് ചെയ്തു പോയിട്ടുണ്ടാവാം. പൂർണ്ണമായും എല്ലാ സോഷ്യൽ മീഡിയയിലും അവർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവാം. അതല്ല എങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരു ബൗണ്ടറി ഇട്ട് നിൽക്കുന്നുണ്ടാവാം. നിങ്ങൾക്ക് ഒരു പരിധിക്കപ്പുറത്തേക്ക് അവരുമായിട്ട് കണക്റ്റഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ബൗണ്ടറി ഇട്ട് നിൽക്കുന്നുണ്ടാവാം. കാരണം അവർക്ക് മറ്റേതോ ഒരു സിറ്റുവേഷൻസിൽ അവർക്കൊരു പ്രതീക്ഷ വന്നു എന്നതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഈ ഒരു ബൗണ്ടറിക്കും ഈ ഒരു സ്റ്റക്നെസ്സിനും ഒക്കെ കാരണം അവർക്ക് മറ്റൊരു സിറ്റുവേഷൻസ് കുറച്ചും കൂടി പ്രഷ്യസ് ആയത്, അതല്ലെങ്കിൽ അവർക്ക് കുറച്ചുകൂടി പ്രതീക്ഷ ലഭിച്ച ചില സിറ്റുവേഷൻസ് ഉണ്ടായതായിട്ടാണ് കാണുന്നത്. അവരുടെ തൊട്ടരികിൽ തന്നെ ചിലപ്പോൾ അവരുമായിട്ട് കണക്റ്റഡ് ആയ ഒരു വ്യക്തിയാവാം, അവരുടെ റിലേഷനിൽപ്പെട്ട വ്യക്തിയാവാം, അല്ലെങ്കിൽ അവരോടൊപ്പം തന്നെ ജോലി ചെയ്യുന്നതോ ഒക്കെ ആയ ഒരു പേഴ്സണുമായിട്ടുള്ള ഒരു കണക്ഷൻസ്, ശരിക്കും പറഞ്ഞാൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് നിങ്ങൾക്കിടയിൽ വന്നതാണ് കേട്ടോ ഈ ഒരു ബന്ധം മാറിപ്പോവാനുണ്ടായ കാരണം. നിങ്ങളും ഈ ഒരു വ്യക്തിയും തമ്മിലുള്ളൊരു സെപ്പറേഷൻ പീരീഡ് കാരണം. അതാണ് ഇവർ ചിലപ്പോൾ നിങ്ങളെ ബ്ലോക്ക് ചെയ്തത്, വിട്ടുപോയത്.
വളരെയധികം ഒരു പ്രതീക്ഷ നൽകിയെങ്കിലും ഇപ്പോൾ അവർ അതിൽ സ്ട്രെസ് അനുഭവിക്കുന്നു. അതൊരു പോസിറ്റീവ് അല്ല. ആ ഒരു സിറ്റുവേഷൻസിൽ ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ അവരെ ഭയപ്പെടുത്തുന്നുണ്ടാവാം. ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ അവർ ബ്ലാക്ക് മെയിലിംഗ് ചെയ്യപ്പെടുന്നുണ്ടാവാം. അതല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ അവരെ ഒരു സ്റ്റക്നെസ്സിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചു എന്നാണ് കാണുന്നത് ഈ ഒരു ബന്ധം. അല്ലാതെ അവർക്ക് ഈ ഒരു ബന്ധത്തിൽ നിന്നും വിട്ടുപോരാൻ പറ്റാത്ത വിധം ഒരു ബ്ലോക്കേജ് ആണ് കാണുന്നത്. നമ്മളിപ്പം മുന്നിലത്തെ ഒരു എനർജിയിൽ കണ്ടുപോലെ 2 വ്യക്തികളുടെ എനർജി അതിപ്പോഴും അവരെ ഫോളോ ചെയ്യുന്നുണ്ട്. മറ്റാരോ ഇവരെ വീക്ഷിക്കുന്നുള്ളത് കൊണ്ടാണ് നിങ്ങളിലേക്ക് ഈ ഒരു പേഴ്സണ് കടന്നു വരാൻ ഒരു ഭയം നിൽക്കുന്നതെന്നാണ് കാണുന്നത്. നിങ്ങൾ എത്രത്തോളം അവർക്ക് മുമ്പിൽ യാചിച്ചുവോ അപ്പോഴെല്ലാം അവർ മുഖം തിരിച്ചിരുന്നു. നിങ്ങളും അവരും തമ്മിലുള്ള ഒരു ബന്ധം വളരെയധികം ഡിസ്കണക്ഷനായി പോയത്, അതായത് വിട്ടുപോയതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ആഴത്തിലാണ് ഈ ഒരു ബന്ധം നിങ്ങളിൽ നിന്നും വിട്ടുപോയിരിക്കുന്നത്. കാരണം തേർഡ് സിറ്റുവേഷൻസിലേക്കായിരുന്നു പൂർണ്ണമായും ഈ പേഴ്സൺ ശ്രദ്ധ കൊടുത്തിരുന്നതെന്നാണ് കാണുന്നത്. പക്ഷേ എന്നാൽ തന്നെ അവരിപ്പം ഈ ഒരു 2 സിറ്റുവേഷൻസിലും സ്റ്റക്കാണ്. കാരണം അവർക്കൊരു ചെറിയ ഭയം ഉണ്ടെന്നുള്ളതാണ് കാണുന്നത്. ഒരു കൺട്രോളിങ് പവർ ഉണ്ട്, അവർക്ക് ഇതിൽ നിന്നും വിട്ടുപോരാനൊക്കെ സാധിക്കും നിസ്സാരമായിട്ട്. പക്ഷെ എന്തോ ഒരു ചെറിയൊരു എനർജി അവരെ ഭയപ്പെടുത്തുന്നു. ഏതൊക്കെയോ കാര്യങ്ങളിൽ അവർക്കൊരു ബ്ലോക്കേജ് സംഭവിച്ചിട്ടുണ്ടെന്നാണ് കാണുന്നത്. അവരതിനകത്ത് പെട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ക്യൂൻ ഓഫ് വാൻസ് ആണ്. തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻസിനെ അവർക്ക് അതിജീവിക്കാൻ പറ്റുകയും അവർ നിങ്ങളിലേക്ക് ആ ഒരു കൺഫ്യൂഷൻ, മൾട്ടിപ്പിൾ പ്രയോറിറ്റി കൊടുക്കേണ്ട ആ ഒരു സിറ്റുവേഷൻസിനെ അവർ അതിജീവിക്കുമെന്നാണ് കാണുന്നത്. ചെറിയൊരു ബ്ലോക്കേജ്, ബ്ലാക്ക് മാജിക് എനർജി നിങ്ങളുടെ പേഴ്സണലിലുണ്ട്. ഒന്നെങ്കിൽ ഇതുപോലെ തന്നെ മറ്റൊരു സിറ്റുവേഷൻസ് ഇവരെ ബന്ധനത്തിലാക്കിയതായിരിക്കാം. പക്ഷെ എന്നാൽ തന്നെ അവർ നിങ്ങളെ ഫോക്കസിങ് ചെയ്യുന്നുണ്ട്. നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം, ഒരു ന്യൂ ഓപ്പർച്യൂണിറ്റീസ് അവർ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുമായിട്ട് അവർ കണക്റ്റഡ് ആവുക എന്നത് ഏറ്റവും വലിയൊരു വിജയമായിരിക്കും. ഒരു പുതിയ ഒരു പാത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് തുറന്നു വരുന്നു എന്നാണ് കാണുന്നത്. അതുമാത്രവുമല്ല, ഏറ്റവും നല്ല ഒരു ഹൈ എനർജിയോട് കൂടിയ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ആ ഒരു പേഴ്സൺ വന്നു കഴിയുമ്പോൾ സംഭവിക്കുന്നത്. നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. നിങ്ങളും സ്റ്റക്കായിട്ട് തന്നെ നിൽക്കുന്നു. അതായത് ആ ഒരു ഹാർട്ട് ബ്രോക്കണിൽ നിന്നും നിങ്ങൾ ഇതുവരെ മൂവ് ഓൺ ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് കാണുന്നത്. ആ ഹാർട്ട് ബ്രോക്കണിൽ നിന്ന് നിങ്ങൾക്ക് മാറാൻ ഉള്ള സമയമായി. അതായത് നിങ്ങൾ ആഗ്രഹിച്ച ഒരു ഹാപ്പി ഫാമിലി നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകാൻ പോകുന്നു എന്നാണ് കാണുന്നത്. ഏറ്റവും സന്തോഷമായ, ഏറ്റവും നിറഞ്ഞ ഇമോഷൻസോട് കൂടി തന്നെ ഉള്ള ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് വന്നു ചേരാൻ പറ്റും. നിങ്ങളുടെ ഒരു ഹാർട്ട് ബ്രോക്കൺ, നിങ്ങൾ എവിടെയാണോ അവർക്ക് വേണ്ടി വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുന്നത്, ശരിക്കും ഈ ഒരു എനർജിയിൽ പറഞ്ഞാൽ അവരും നിങ്ങളെ വിട്ട് അതേ പൊസിഷനിൽ തന്നെ നിൽക്കുന്നു, അതേ പ്ലേസിൽ തന്നെ നിൽക്കുന്നു, നിങ്ങളും അതേ പ്ലേസിൽ തന്നെ നിൽക്കുന്നു. ഏകദേശം നിങ്ങളുടെ എനർജികൾ തൊട്ടടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ 2 ദിശയിലേക്ക് മാത്രമാണ് ഫേസ്, പുറം തിരിഞ്ഞ് നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഈ എനർജിയിൽ എനിക്ക് കിട്ടുന്നത്. തീർച്ചയായിട്ടും അത് മാറി നിങ്ങൾ നേരെ മുഖാമുഖം വന്ന് നിൽക്കുന്ന ഒരു ഇമോഷൻസ് നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു. നല്ലൊരു കൺട്രോളിങ് പവറും സ്ട്രെങ്തും നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നതായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന എനർജി. മാലാഖമാർ നൽകിയിരിക്കുന്ന, ഏഞ്ചൽസ് നൽകിയിരിക്കുന്ന എന്താണെന്ന് നോക്കാം. സക്സസ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് കാര്യമായിക്കോട്ടെ, അത് കരിയർ ആയിക്കോട്ടെ, ഏത് സിറ്റുവേഷൻസ് ആയിക്കോട്ടെ, അത് നിങ്ങൾക്ക് സക്സസ് തന്നെ ആയിരിക്കും. അതിനകത്ത് ഒരു മാറ്റവും വരുന്നില്ല. ദെയർ ഈസ് സംതിങ് ബെറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മെച്ചപ്പെട്ടതായി എന്തോ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കില്ല. ചിലപ്പോൾ നിങ്ങളെപ്പോലും ഞെട്ടിക്കുന്ന തരത്തിൽ എന്തോ ഒരു അത്ഭുതം നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സ് ഒരുക്കി വെച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യം തന്നെ അതിനേക്കാൾ 100 ഇരട്ടി ശക്തമായ ഒരു സന്തോഷം നിങ്ങൾക്ക് നൽകുകയും ചെയ്യാം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ദെയർ ഈസ് സംതിങ് ബെറ്റർ എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന എനർജി. പിന്നെ നമ്മുടെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. പിന്നെ എപ്പോഴും എല്ലാവരും ചോദിക്കുന്നുണ്ട് മണി അഫർമേഷൻസും വരാഹി മന്ത്രവും. തീർച്ചയായിട്ടും ഞാൻ യൂണിവേഴ്സൽ മെസ്സേജിൽ അത് വളരെ വ്യക്തമായിട്ടും ഇടുന്നുണ്ട്. ലാസ്റ്റാണ് അത് ഇടുന്നതെന്നേ ഉള്ളൂ. നിങ്ങൾ ഏഞ്ചൽ മെസ്സേജ് കാണുന്നില്ലെങ്കിൽ അത് ലാസ്റ്റ് ആണെങ്കിലും ഒന്ന് നോക്കിയാൽ കിട്ടും കേട്ടോ. തീർച്ചയായിട്ടും അത് ചെയ്യുന്നത് വളരെ മാറ്റങ്ങൾ സൃഷ്ടിക്കും. നിങ്ങളുടെ പെയിൻഫുള്ളായ സാഹചര്യങ്ങളെയും ദുഃഖങ്ങളെയും എല്ലാം എടുത്തു മാറ്റാൻ നിങ്ങൾക്ക് 100% സാധിക്കും. അപ്പം അതുപോലെ നിങ്ങളുടെ ആഗ്രഹം, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്
ആഗ്രഹിക്കുന്ന ആ ഒരു ആഗ്രഹം പറഞ്ഞത് എഴുതിയാലും നിങ്ങളിലേക്ക് ആ ഒരു കാര്യം വന്നു ചേരുന്നതായിരിക്കും കേട്ടോ. നമ്മൾക്ക് അർഹതയുള്ളത് മാത്രമേ നമ്മളിലേക്ക് വരുവുള്ളൂ. നമുക്ക് കൊണ്ടുപോകാനും മുന്നോട്ടേക്ക് നമുക്കൊരു ഫ്യൂച്ചർ ഉണ്ടാകുന്ന എനർജികളെ മാത്രമേ നമുക്ക് യൂണിവേഴ്സ് നൽകുകയുള്ളൂ എന്ന് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. പെയിൻഫുള്ളായതും ചീറ്റിംഗ് ആയതുമായ ഒരു എനർജികളെയും നിങ്ങളിലേക്ക് യൂണിവേഴ്സ് സ്ഥിരമായി കണക്റ്റഡ് ചെയ്ത് തരില്ല. അതൊരു കർമ്മയുടെ ഭാഗമായിട്ട് വന്നു പോകുന്നതായിരിക്കുള്ളൂ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ തന്നെ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഗോഡ് ബ്ലെസ് യു.